So, hey guys, welcome back to the new video. So, അപ്പോൾ മറ്റവരെ എൻ്റെ കുടിക്കുകയാണ്. സോ നമ്മൾ ഗെയിം വന്നിരിക്കുകയാണ്. ഗെയിം അത്രത്തോളം ഗെയിമുകളും കാര്യങ്ങളൊക്കെയാണ്. സോ എന്തായാലും വേറുന്ന ഏത് മാപ്പാണ് ആൾക്കാർ മാപ്പാണ് ഇത് നമ്മുടെ ഹൈറോട്ടോടെ ഒരു ജന്മസ്ഥലമാണ്. ഇതൊക്കെ പറയണമെന്നുണ്ടോ? ഇതൊക്കെ നിമിഷമായി ഇങ്ങോട്ടൊക്കെ പറഞ്ഞത് ഇതാണ് നമ്മുടെ ആൾക്കാർ. നമുക്ക് എവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ എവിടെ ഇറങ്ങുന്നുണ്ട്. ഇനിയും കാര്യങ്ങളൊന്നും ഇപ്പോഴും ഈ ഒരു മാപ്പിൽ എവിടെ നമ്മൾ ഇളയും കാര്യങ്ങളൊക്കെയാണ്. അതാണ് ഈ ഒരു മാപ്പിന്റെ ഏറ്റവും വലിയ തുറന്ന സ്ഥലമാണ്. ഇറങ്ങി കോട എന്ന ക്യാരക്ടറാണ് നമ്മളിപ്പോൾ. കാരണം അതൊക്കെ ഇവിടെ ഒളിപ്പിക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ ഒരു എനിമി ടിക്കറ്റ് ആയിട്ടുണ്ടാകും. ഈ ഒരു മാപ്പിന് പ്രത്യേകത നിങ്ങൾ സൈഡിൽ കുറച്ച് മലകളും കാര്യങ്ങളും കണ്ടത് ഹിമാലയാണ്. പിന്നെ എന്തൊക്കെ തട്ടുകളാണ്. അപ്പൊ നമ്മളിവിടെ ഇറങ്ങാൻ പോവാണ്. ഓക്കെ, 2 എനിമീസ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. എപ്പോഴും എന്റെ ഫേവറേറ്റ് ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. 2 നിമിഷത്തിന് കാര്യങ്ങൾ ഈ സ്ഥലത്ത് ടിക്കറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. കാരണം എനിമീസ് ഒക്കെ ഉള്ള സ്ഥലമാണത്. എന്തായാലും സൂക്ഷിക്കണം. കാരണം എനിമീസ് ഒക്കെ ഉണ്ട് ഇവിടെ. നല്ല രീതിയിൽ അനുഭവം കാര്യങ്ങളൊക്കെ എടുക്കണം. കാരണം ഒരു എനിമി നമ്മളെ നേരെ ഫയർ ചെയ്യാൻ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഈ ഫയറും കാരണം നമ്മൾ ഇതായിട്ട് കൊണ്ടിട്ടില്ലായിരുന്നു. നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഈ നമുക്ക് 2 ഇന്ത്യൻ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അവന് സോണിയ നമ്മൾ കണ്ടുവന്ന് സ്കില്ല് ചെയ്തിട്ടുണ്ട്. അവന്റെ സത്യം പറയും ആൽഫാൻമാർക്ക് ഭയങ്കര ഇതാണ്. എന്തുകൊണ്ട് എനിമിയുടെ മുന്നിൽ തന്നെ പോയി ഇറങ്ങി നമ്മള്. എന്റെ 3 എനിമികളുണ്ട് ഇവിടെ. എന്റെ പൊന്നോ, സത്യം പറഞ്ഞാ ഞാൻ ഏറ്റവും ഹേറ്റ് ചെയ്യുന്നൊരു ഗണ്ണാക്കണ്ട എനിക്ക് കിട്ടിയിരിക്കുന്നത് ബിസൺ. സ്ഥലമാണ് ഈ സുഖം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാപ്പും കാര്യങ്ങളൊക്കെ ഏതാണ് ഈ നമ്മുടെ ജസ്റ്റ് കമന്റ് പോവുക എന്നറിയാനാണ്. കേസ് ഓക്കെ, നിങ്ങളുടെ ഫേവറേറ്റ് ഗണ്ണും കൂടെ ഒന്ന് കമന്റ് ചെയ്യുക. സുമാരസ് നമുക്ക് അറിയാലോ കേസ്. അപ്പം വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്ക്വാഡും ഗെയിംപ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ വെയിറ്റ് ചെയ്യുക. സ്ക്വാഡിലെ ചില പ്ലേസും കാര്യങ്ങളൊക്കെ ബിസി ഒക്കെ ആയതുകൊണ്ടാണ്. തുടങ്ങുന്ന തന്നെ അതിന്റെ ഗെയിംപ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. സെറ്റ് ആക്കും നമ്മള്. കാരണം നമുക്ക് ക്ലൂവിന്റെ പവർ ഉണ്ടോ നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം. കാരണം എനിമീസ് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് അറിയാലോ. നെറ്റിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ സ്ഥലത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പിങ് ആവുന്നുണ്ട്. സ്പീനൈഡി കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. സോ ഓവീസ് നമ്മുടെ ഇതൊരു ബാഗും പോലും കിട്ടിയിട്ടില്ല. നമ്മുടെ ഒരു ബാഗ് പോലും ഇല്ല ഇതുവരെ. ഒരു ബാഗ് പോലും ഇല്ല. ആമോ എടുക്കായിരുന്നു. ബാഗും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ. നമുക്ക് ആദ്യം ഒരു ബാഗ് കണ്ടുപിടിക്കണം. ബാഗ് കണ്ടുപിടിക്കണം. എവിടുന്നാണ് ഒരു ബാഗ് കിട്ടുക? ബാഗ് ലെവൽ 3 കാരണം ടിക്കറ്റ് ആയിട്ടുണ്ട്. നമുക്കത് പോയി അതൊന്ന് എടുക്കാം. ബാഗ് ലെവൽ 3 നമ്മൾ അങ്ങോട്ട് പോവാണ്. ബാഗ് ലെവൽ 3 എടുക്കാൻ വേണ്ടി പോവാണ്. ഈ ഒരു സ്ഥലത്ത് എനിമിയും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഡ്രോൺ വഴി നമ്മള് എനിമികളെ ഒക്കെ കണ്ടായിരുന്നു. നമുക്ക് M1 എടുക്കണം. 1 ടാപ്പ് ശ്രമിച്ചു നോക്കാം. നമ്മള് പിന്നെ 1 ടാപ്പിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു ഡ്രോണും കാര്യങ്ങളൊക്കെ വേണം. കാരണം എനിമിയും കാര്യങ്ങളുണ്ട് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഡ്രോൺ നമ്മള് ഇങ്ങനെ വിടുന്ന ഡ്രോണുകൾക്ക് പൊതുവെ റേഞ്ച് കുറവ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ ഫയറിൽ. നമ്മുടെ ഫ്രീ ഫയറിൽ ഈ റേഞ്ച് കുറച്ച് കിട്ടാനാണ് നമ്മുടെ ഔളിന്റെ ക്യാപ്പുള്ളൂ. അത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് അപ്ഗ്രേഡ് ഇപ്പൊ കിട്ടുന്ന അപ്ഗ്രേഡിന്റെ ആവശ്യമില്ല സത്യം പറഞ്ഞപ്പം. കാരണം നമുക്ക് XMB M1 ആണ്. സോ M10 കിട്ടിയാൽ വേണം നമുക്ക് അപ്ഗ്രേഡ് യൂസ് ചെയ്യും. പക്ഷെ M10 എടുക്കാൻ സാധ്യത കുറവാണ്. കാരണം M10 നല്ല M1 ആണ്. കുറച്ച് ഉണ്ണും കാര്യങ്ങളൊക്കെ. പക്ഷെ M10 3 ആണ് നല്ല ഡാം കിട്ടും. പെട്ടെന്ന് നോക്കി ആവുകയൊക്കെ ചെയ്യും. ഓക്കെ,
ഈ ടററ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ടററ്റ് നിങ്ങൾ ആരെങ്കിലും ഈ ടററ്റിനെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ ഗൈസ്? കാരണം സത്യം പറഞ്ഞാൽ ചില സമയത്ത് അത് യൂസ്ഫുൾ ആണ്. കാരണം നമുക്ക് ഡാം കൊടുക്കാൻ സാധിച്ചത് എനിക്ക് ഡാം കൊടുക്കും. മോക്കോടെ പവർ ഉണ്ടായി ഗൈസ്, ഈ ഒരു സാധനം വളരെയധികം യൂസ്ഫുള്ളും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു സ്ഥലത്തിന് കാരണം നമുക്ക് മാക്സിമം ലൂട്ടൊക്കെയാണ് ഗൈസ്. എങ്ങനെയെങ്കിലും മാക്സിമം ലൂട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകണം ഗൈസ്. നമുക്ക് കില്ലും കാര്യങ്ങളൊന്നും കിട്ടില്ല. നമുക്ക് എന്താ പറയാ, നമുക്ക് സ്കോർ പോകണം, നല്ലൊരു കില്ലും കാര്യങ്ങളൊക്കെ കിട്ടണം, ഇല്ലെങ്കിൽ സ്കോർ കിട്ടാൻ പാടാണ്. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു മോൺസ്റ്റർ ട്രക്ക് കിടക്കുന്ന എനിക്കാണ് സ്ഥിതി ഗൈസ്. സോ മേ ബി ഇവിടെ നിമികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഒരു മോൺസ്റ്റർ ട്രക്ക് മുമ്പേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഈ ഒരു മോൺസ്റ്റർ ട്രക്ക് മേ ബി ഇവിടെ നിമികളും കാര്യങ്ങളൊക്കെ കാണാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഇപ്പോഴാണ് ഈ ശ്രദ്ധിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ആമോയും കാര്യങ്ങളൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം അതുകൊണ്ട് മുമ്പ് അവിടെ ഞാൻ എന്തോ ഒരു ആമോ ഉണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഏത് തോക്കാണ് എടുക്കണ്ടേ ആ തോക്ക് നമുക്ക് ആ സമയത്ത് കിട്ടത്തില്ല. XMB-ക്ക് മേ ബി ഇതാക്കാൻ ഞാൻ ഇങ്ങനെ പോകും. പക്ഷെ XMB-ക്ക് സത്യം പറഞ്ഞാൽ അധികം ഡാമും കാര്യങ്ങളൊന്നും ഇല്ല. മാത്രമല്ല ലെവലും അധികം ഇല്ലാത്തതുകൊണ്ട് അധികം ഡാമും യൂസ് ചെയ്യുക. നമ്മുടെ സൈബർ സ്പീഡ് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെറ്റ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ. യു ഹാവ് ടു ഡു ലൈക്ക്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം ഗൈസ്. ഓക്കെ, നമ്മുടെ പുതിയ വീഡിയോകളും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. Especially the squad game guys. So guys, നമ്മുടെ ഒരു കുറച്ച് പ്ലേസ് നമ്മൾ അടുത്ത വീഡിയോ പരിചയപ്പെടുത്തുന്നതായിരിക്കും. സ്ക്വാഡ് ഗെയിംപ്ലേയില് ഇവിടെ എനിമി ഉണ്ട് ഗൈസ്. ഈ എനിമികളും കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ കാണുന്നില്ല ഗൈസ്. അത് 2 കില്ലുണ്ട് നമുക്ക്. സോ ഒരു എനിമി മാപ്പിൽ സ്പോട്ട് ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബാക്കിലായിട്ടാണ് എനിമി സ്പോട്ട് ആയത്. മേ ബി അവൻ ഇവിടെ എവിടെയോ ഉണ്ട്. നമ്മുടെ ബാക്കിലായിട്ട് എനിമിയും കാര്യങ്ങളൊക്കെ സ്പോട്ട് ആയിട്ടുണ്ടായിരുന്നു. സോ എവിടെയാണ് എനിമി? മുമ്പ് ഞാൻ എനിമിയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ എവിടെ ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. പെട്ടെന്നൊരു സ്പോട്ടാണ് കണ്ടത്. ജോണും കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങനെ പോകുന്നത്. ഇവിടെ എവിടെയോ ഒരു എനിമീസ് ഉണ്ട്. നോക്കുകയാണെങ്കിൽ സെക്ഷനിലേക്ക് സയൻസിനും കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇവിടെ കറന്റ് ഒരു എനിമി ഉണ്ട്. കാരണം നമുക്ക് ഇപ്പൊ മാപ്പിൽ കാണാൻ സാധിക്കും ആരോ ആ ക്ലൂവിന്റെ സാധനം ഒന്ന് യൂസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ഇപ്പൊ ഇവിടെ എനിമി ഇങ്ങോട്ട് റഷ് ചെയ്ത് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു എനിമിയും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഫൈനൽ ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ സോണും വന്ന് നമ്മൾ പെട്ട് കേസ്. സോണും വന്ന് സ്പീഡ് അടക്ക സ്പീഡിലാണ് ഈ സോൺ പോകുന്നത്. ഭയങ്കര സ്പീഡാണ് ഈ സോണിന്. ഈ സേഫ് സോൺ കാരണം ഇപ്പൊ നമ്മൾ വെളിയിൽ പോയാൽ നല്ല രീതിയിൽ ഡാമും കാര്യങ്ങളൊക്കെ സേഫ് ഉണ്ട്. അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ ഇപ്പിയും കാര്യങ്ങളൊന്നും ഇല്ല, നമ്മൾ വളരെ അധികം പെട്ടെന്ന് തന്നെ ചത്തുപോകും. ഫ്രീ ഫയർ ബിആർ തന്നെ സർവൈവ് ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര പാടാണ്. നമ്മുടെ വിൻ ഏരിയയിലും കാര്യമൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. സോ നമുക്ക് മിസൈലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ മെയിൻ വെപ്പൺ നമ്മുടെ ബ്ലൂ വാളും കാര്യങ്ങളൊക്കെ ഇതിന്റെ യൂസ്ഫുള്ളായിട്ട് കിട്ടുന്ന FP4 ആണ് തോന്നുന്നത്. കാരണം ഇതധികം ഇത് FP4 അത്ര ഡാമും കാര്യങ്ങളൊന്നും കൊടുക്കാൻ എനിക്ക് തോന്നുന്നില്ല. സോ അതുകൊണ്ട് തന്നെ FP4 ആണ് കുറച്ചുകൂടെ ബെറ്റർ. സോ FP4 കിട്ടുന്ന മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം. സോ നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടറും കൂടെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. നമ്മളിപ്പം പൊതുവെ BR കോഡ യൂസ് ചെയ്യുന്നതല്ല. സോ എങ്കിൽ ഒരു വെറൈറ്റിക്ക് യൂസ് ചെയ്യുന്നതാണ്. പൊതുവെ ഓറിയനാണ് മുൻഗണനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ടച്ചുകയും കാര്യങ്ങളൊന്നും ഇടയ്ക്കിടും. ഓക്കെ, കണ്ടിട്ടൊന്നുമില്ല. അധികം സീനും കാര്യങ്ങളൊന്നും ഇല്ലേ. ഓക്കെ, ഒരു എനിമി മാപ്പിൽ സ്പോട്ട് ആയിട്ടുണ്ട്. ഈ ചാനലിൽ ഒരു എനിമി മാപ്പിൽ സ്പോട്ട് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും കേൾക്കുന്നവനടിയാണ്. സ്കില്ല് അത്യാവശ്യമാണ്. ഓക്കെ, എനിമി നമ്മുടെ അടുത്തേക്ക് വരികയാണ്. ഈ എനിമി നമ്മുടെ തൊട്ടടുത്തായിട്ടുണ്ട്. തൊട്ടടുത്ത എനിമി വന്നിട്ടുണ്ട്.
പിന്നെ അല്ല ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മള് തെറ്റാണ്. ഒരു കില്ലും കാര്യങ്ങളൊക്കെ ഒരു കില്ലും കൂടെ പറഞ്ഞ 3 കില്ലായിട്ടുണ്ട് നമുക്ക്. 3 കില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തെറ്റാണ്. ഈ സെറ്റ് എന്ന് വെച്ചാൽ തെറ്റ്. ഇനി എന്തായാലും മേ ബി ഒരു എനിമി കൊടുക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിപ്പോ ഫൈനൽ ഫൈറ്റ് ആണല്ലോ. ലാസ്റ്റ് സോണിൽ എന്തായാലും എനിമികൾ വരുമോ അതിലൊരു സംശയവും എനിക്കില്ല. സോ എനിമികൾ വരാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് യൂസ് ചെയ്യാമെങ്കിൽ അങ്ങനെ എഗെയിൻ ലാസ്റ്റ് സോൺ ആയിട്ടുണ്ട്. അടുത്തതാണ് ഇതിപ്പോ സെക്കൻഡ് ലാസ്റ്റ് സോൺ ആണ്. അടുത്തതാണ് ലാസ്റ്റ് സോൺ. നമ്മളിപ്പോ ഒന്ന് പെട്ടിരിക്കുകയാണ്. ഇത് എവിടുന്നാണ് അടി വരുന്നത് പോലും നമുക്ക് പറയാൻ പറ്റും. എനിക്കൊന്ന് സോണിലോട്ട് ചെല്ലാൻ സേഫ്. നമുക്ക് സോണിലോട്ട് കാര്യങ്ങളൊക്കെ പോവാം. ഓക്കെ ബാറ്റിനൊക്കെ നമുക്ക് അടിച്ചു. എവിടുന്നാണ് അടിയെങ്കിലും കണ്ടില്ലേ. ഒരു മോസ്റ്ററൊക്കെ അവരിങ്ങോട്ട് വരുന്നുണ്ട്. നമ്മൾ അവരെ അടിക്കുന്നത് അവര് ഒന്ന് പോയി. നല്ല അടിയും കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയത്. ഇപ്പം ഇവിടത്തേക്ക് സേഫും കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് എയർഡ്രോപ്പിന്റെ അടുത്ത് വില അവിടെ ആ സമയത്ത് ബാക്കി നടി ഒന്ന് നമുക്ക് പ്രോഡയുടെ പവർ ഒന്ന് യൂസ് ചെയ്യാമെങ്കിൽ വളരെ സയൻസ് നമ്മൾ നൈസ് ആയിട്ട് എത്തുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ വിള വാങ്ങില്ല. ഉറപ്പായി നമ്മൾ അടുത്ത വീഡിയോ കാണുന്ന അപ്പൊ നമ്മൾ ഡയമണ്ട് 5 ആണെന്നൊക്കെ നമുക്ക് നോക്കാം. യെസ് കേസ് നമ്മൾ ഡയമണ്ട് 5 എടുത്തുകൊണ്ട് യൂസ്. ഓക്കെ അടുത്തൊരു വീഡിയോ കാണാൻ ബൈ.